മഹാദേവ മനോഹര മഹാമന്ത്രാധിപാ പ്രഭോ മഹാമായ ഭഗവതി പ്രിയ നിന്നെ തൊഴുന്നേൻ. നമസ്തേ. ഇന്ന് ഫെബ്രുവരി 14 ഇന്ന് പൊതുവെ യുവജനങ്ങളാണ് കൂടുതലും വാലന്റൈൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഇന്ന് ശിവരാത്രിയുടെ തലേ ദിവസം കൂടെയാണെന്ന്. അപ്പോൾ ഈ രണ്ട് ആഘോഷങ്ങൾ അടുത്തടുത്ത് വന്നതുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ചില ചിന്തകൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. വാലന്റൈൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം തൻ്റെ പങ്കാളിയെ സ്നേഹിച്ചിട്ടുള്ള വാലന്റൈൻ, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്ത മാതൃക എന്ന് പറഞ്ഞാൽ അത് മഹാദേവനല്ലാതെ മറ്റാരാണ്? സ്വന്തം പത്നിയായിട്ടുള്ള സതി ദേഹം വെടിഞ്ഞിട്ടും ആ സതിക്ക് വേണ്ടി കാത്തിരുന്ന് സതിക്ക് തപസ് ചെയ്ത് സതി പാർവതിയായി പുനർജനിച്ച് തൻ്റെ എല്ലാ ദൗർബല്യങ്ങളെയും അതിജീവിച്ച് തപസ് ചെയ്ത് മഹാദേവനിൽ ചേരുവാനായിട്ട് കാത്തിരുന്ന ആ മഹാദേവനേക്കാൾ വലിയ വാലന്റൈൻ ആരാണുള്ളത്? നമ്മൾ ഈ ഭൂമിയിൽ വാലന്റൈൻ എന്ന് കൊട്ടിഘോഷിപ്പിക്കുന്ന ഈ ഒരു ഭൗതികമായ സ്നേഹം, അതായത് ശാരീരികമായ സ്നേഹത്തിനും അപ്പുറം ഒരു പത്നിയെ എങ്ങനെ അർദ്ധാംഗിനിയായിട്ട് മാറ്റണം എന്നുള്ളത് മഹാദേവനാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. സതിക്ക് ദക്ഷൻ്റെ പുത്രിയായി പിറന്നതുകൊണ്ട് തന്നെ ചില ദോഷങ്ങളുണ്ടായിരുന്നു, മാനുഷികമായ ചില ദൗർബല്യങ്ങളുണ്ടായിരുന്നു എന്ന് പറയുന്നു. സതി സ്വയം പരാശക്തി തന്നെയായിരുന്നു, പക്ഷേ അത് ചിലപ്പോഴെങ്കിലും മാനുഷികമായ ദൗർബല്യങ്ങളിലേക്ക് പോയി. അതുകൊണ്ടാണ് മാനാഭിമാനങ്ങൾ സതിക്ക് വന്നത് എന്നാണ് പറയുന്നത്. ശിവനെ ദക്ഷസഭയിൽ വെച്ച് സ്വന്തം പിതാവ് അപമാനിച്ചപ്പോൾ അതുകൊണ്ടാണ് സതിക്ക് അത്യധികമായ ദുഃഖമുണ്ടായത്. ശിവനാകട്ടെ ഈ മാനാഭിമാനങ്ങൾക്കെല്ലാം അപ്പുറമായിരുന്നു. അപ്പോൾ ആ ശിവൻ്റെ സ്വപത്നിയാവാനായിട്ട് പാർവതിയായി പുനർജനിച്ച ആ സതിയെ ധർമ്മപത്നിയാക്കുന്നതിന് വേണ്ടി ആ ഒരു ദൗർബല്യങ്ങളെല്ലാം അതിജീവിച്ച് തപസ്സുകൊണ്ട് തൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ സതിയെ പാർവതിയായി സ്വപത്നിയായി സ്വീകരിച്ച ആ മഹാദേവനേക്കാൾ വലിയ ഒരു വാലന്റൈൻ മറ്റാരാണുള്ളത്? അതുമാത്രമല്ല, നമ്മൾ മിത്തെന്നൊക്കെ പറയുമെങ്കിലും ഏറ്റവും അധികം ഒരു സ്ത്രീയുടെ ശക്തിയെ തിരിച്ചറിയണമെന്ന്, സ്വന്തം പത്നിയുടെ ശക്തിയെ തിരിച്ചറിയാൻ പ്രേരിപ്പിച്ചത് മഹാദേവനല്ലേ? തൻ്റെ പുത്രനെ ആക്രമിക്കാനായിട്ട് അസുരന്മാർ വന്നപ്പോൾ മഹാദേവൻ സഹായിക്കാൻ ചെന്നില്ല എന്നുള്ളത് നമുക്ക് കാണാം. മഹാദേവൻ എന്താണ് ചെയ്തത്? മഹാദേവൻ സ്വന്തം പത്നിയോട് തന്നെ യുദ്ധം ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്, സ്വന്തം ശക്തി തിരിച്ചറിയാനാണ് ആവശ്യപ്പെട്ടത്. അതിനെ പ്രേരിപ്പിക്കുന്നയാളാണ്. സ്വന്തം പത്നിയുടെ കഴിവുകൾ തിരിച്ചറിയാനും അതിനെ പ്രേരിപ്പിക്കാനും അതിനെ ഉയർത്തിക്കൊണ്ടുവരാനും സഹായിക്കുന്ന ആ മഹാദേവനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലെ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നല്ല വാലന്റൈൻ. സ്വപത്നിയുടെ അല്ലെങ്കിൽ പങ്കാളിയുടെ കഴിവുകളെ തിരിച്ചറിയുകയും അതിനെ അടിച്ചമർത്താതെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും നല്ല രീതിയിൽ പരാശക്തിയായി തീരാൻ സഹായിക്കുകയും ചെയ്ത ആ മഹാദേവന് എൻ്റെ പ്രണാമം. മഹാദേവൻ്റെ മൂലപ്രകൃതി തന്നെയാണ് നമുക്ക് ചുറ്റും ഈ പ്രകൃതിയായി വിരാജിക്കുന്നത് എന്ന് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനപ്പാനയിൽ പറയുന്നുണ്ടല്ലോ, വിശ്വനാഥൻ്റെ മൂലപ്രകൃതി താൻ പ്രത്യക്ഷേന വിളങ്ങുന്നു ഭൂമിയായി, അവനീതല പാലനത്തിനല്ലോ അവതാരങ്ങളും പലതോർക്കുമ്പോൾ. ശ്രീ ദത്തഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ കാണണമെങ്കിൽ നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കൂ എന്ന്. അപ്പോൾ മഹാദേവൻ്റെ ആ ഒരു മൂലപ്രകൃതിയായി നിൽക്കുന്ന ഈ വിശ്വത്തെ കാണാതെ നമ്മൾ ഈശ്വരനെ അന്വേഷിച്ച് പലയിടങ്ങളിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുക. സത്യയുഗത്തിൽ നിന്ന് കലിയുഗത്തിലേക്കുള്ള ഒരു മാറ്റം എങ്ങനെയാണ്? സത്യയുഗത്തിൽ ശരീരം തന്നെയാണ് ക്ഷേത്രം എന്നുള്ള ബോധ്യം ആളുകൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പുറത്ത് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നേയില്ല. നിങ്ങൾക്ക് ഈവൻ ത്രേതായുഗത്തിൽ ഭഗവാന്റെ രാമായണം വായിക്കുമ്പോൾ അവിടെ എവിടെയും ക്ഷേത്രങ്ങളെപ്പറ്റി പരാമർശിക്കുന്നത് കാണാൻ സാധിക്കുമോ? പക്ഷേ ദ്വാപരയുഗത്തിലേക്ക് എത്തിയപ്പോൾ ക്ഷേത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. പക്ഷേ കലിയുഗത്തിലെത്തിയപ്പോൾ ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഈശ്വര ചൈതന്യം എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഈശ്വര ചൈതന്യം എന്നാൽ മനുഷ്യരിൽ നിന്ന് ദൂരെയുള്ള മറ്റെന്തോ ആണ്, ശിക്ഷിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിലേക്ക് ആളുകൾ തിരിഞ്ഞു തുടങ്ങി. അതാണ് കലിയുഗം. പക്ഷേ അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറഞ്ഞാൽ ശിവനും ശക്തിയും നമ്മുടെ ശരീരത്തിലെ ഇട, പിങ്കള, സൂര്യനാഡി, ചന്ദ്രനാഡി എന്നൊക്കെ പറയുന്ന ആ ഒരു തത്വത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഒരു കഥാരൂപത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ്.
മഹാശക്തിയായി കൊണ്ടു നിൽക്കുന്ന പ്രപഞ്ച പിതാവും മാതാവുമായി നിൽക്കുന്ന മഹാദേവൻ്റെയും പാർവതിയുടെയും അംശം തന്നെയാണ് ഭൂമിയിൽ വന്ന് പിറക്കുന്ന ഓരോ ജീവനും എന്നുള്ളത് പുരാണങ്ങളിൽ പറഞ്ഞിരുന്നത് ആളുകൾ മറന്ന് വെളിയിൽ ഭഗവാനെ അന്വേഷിച്ച് ഓടി നടക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. എങ്കിലും എല്ലാ ശിവരാത്രിയും എല്ലാ ആഘോഷങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഭഗവാന്റെ ചൈതന്യം ഓരോരുത്തരുടെ ഉള്ളിലുമുണ്ട് എന്ന്. അവരവരുടെ ഉള്ളിലെ ആ ഒരു പാലാഴിയെ മഥനം ചെയ്ത് കാളകൂട വിഷത്തെ പുറത്തേക്കെടുത്ത് എല്ലാ ചിന്തകളും ഇല്ലാതെയായി ആ ഒരു ചിന്താസമുദ്രം തന്നെ അടങ്ങുമ്പോഴാണ് നമുക്ക് അമൃത് ലഭിക്കുന്നത് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് മഹാശിവരാത്രി. അവബോധത്തിൽ ഉണർന്നിരിക്കേണ്ട ഒരു രാത്രിയാണ്. നമ്മൾ എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അത് പ്രാർത്ഥന കൊണ്ടും ജപം കൊണ്ടും മനനം ചെയ്തുകൊണ്ടും നമുക്ക് ആ ശിവൻ്റെ ആ മഹാത്യാഗത്തെ അനുസ്മരിച്ചുകൊണ്ടും ഭഗവാന്റെ ആ ഒരു ചൈതന്യത്തെ നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിക്കാം. ശിവനും പാർവതിയും പ്രപഞ്ചമാതാവും പിതാവും നിശ്ചല തത്വമായിട്ടുള്ള ആത്മതത്വവും പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന പരാശക്തിയും നമ്മുടെ ഉള്ളിൽ എല്ലായ്പ്പോഴും സ്ഥിതി ചെയ്യുന്നു എന്നുള്ള ആ ഒരു സത്യത്തെ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ശിവരാത്രി ദിനം നമുക്ക് അനുഭവവേദ്യമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി വാലന്റൈൻസ് ഡേ ശിവരാത്രി ദിന ആശംസകൾ.